ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള സാറ്റിസ്ഫൈയിങ് ദ ഗിവൺ കണ്ടീഷൻസ്. 4k plus or minus 50 transverse axis is of the length 8. നമുക്ക് ആദ്യം ഒന്ന് വരച്ച് നോക്കേണ്ടി വരും. ഏത് ടൈപ്പ് ഹൈപ്പർബോളയാണെന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. 4k plus or minus 50 ആണ്. 50 ഇവിടെയും -50 ഇവിടെയാണ്. റഫാണേ. 4k വന്നിരിക്കുന്നത് എക്സ് ആക്സിസിലാണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഹൈപ്പർബോള? വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വരണം. ഹൈപ്പർബോളയുടെ ബ്രാഞ്ചിനുള്ളിലാണ് 4k അല്ലേ? ഇതുപോലെ വരുമ്പോഴാണല്ലോ അല്ലേ ബ്രാഞ്ചിനകത്തായിട്ട് 4k വരുന്നത്. അപ്പോൾ ഇത് ക്ലിയർലി ടൈപ്പ് 1 ഹൈപ്പർബോളയാണ്. ടൈപ്പ് 1 ആണ്. x² - y² b² = 1. ടൈപ്പ് 1 ഹൈപ്പർബോളയാണത്. ഇവിടെ a² b² കിട്ടിയാലേ ഇക്വേഷൻ റെഡി ആവുള്ളൂ. 4k അവിടെ ഇരിക്കട്ടെ. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 8 ആണ്. അത് ബൈ ഹാർട്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെങ്ത്ത് 2a ആണ്. നമ്മളത് ബൈ ഹാർട്ടാണ്. നമ്മൾ എലിപ്സിലെ മേജർ ആക്സിസിന് പകരം ഇവിടെ വരുന്ന ടേം ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് 8 ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് a = 4 എന്ന് കിട്ടും. അഥവാ a² = 16 എന്ന് കിട്ടും. ഇനി 4kയുടെ ഫോർമുല +or-c. 4k r at +or-c ആണ്. അപ്പോൾ ഇവിടെ +or-cയുടെ സ്ഥാനത്ത് +or-5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ c = 5 എന്ന് കിട്ടി. c കാണാനുള്ള ഫോർമുല √a² + b² ആണ്. ഹൈപ്പർബോളയുടെ കേസിൽ c കാണാനുള്ള ഫോർമുല ഇതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 5. a² 16 ആണ്. a² സ്ഥാനത്ത് 16 കൊടുക്കുക. + b² = 5. നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ചെയ്താൽ 16 + b². റൈറ്റ് സൈഡിൽ 5² 25. ഇവിടെ b² = 9 വരും. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ x² / a² - y² / b² = 1 ആണ്. അപ്പോൾ അതുകൊണ്ട് x² / 16 - y² / 9 = 1. ഇതാണ് ഹൈപ്പർബോള.